Hello, my dear students. Welcome back to Isaac's Physics Classroom. Today's concept is combination of errors. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്നാണ്. എറേഴ്സിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് എറർ ആൻഡ് വാട്ട് യു മെൻ ബൈ എബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, അതോടൊപ്പം തന്നെ അക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്താണ്. ആ മുഴുവൻ കാര്യങ്ങളും ഈ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിലേക്ക് വരുന്നത്. ബട്ട് എക്സാമിനേഷന് മോസ്റ്റ്ലി കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് എറേഴ്സിന് ആവശ്യമായ ബേസിക് ആയ കുറച്ച് തിയറീസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ആ തിയറി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാൻ നമ്മൾ നോക്കും. 3-4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. സോ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, എറർ ഇൻ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴോ റിസൾട്ടൻ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന എറർ എന്തായിരിക്കും? അതാണ് ഈ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് കൊണ്ട് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. When two quantities are added or subtracted, the absolute error in final result is the sum of the absolute error in the individual quantities. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വാക്ക് absolute error ആണ്. absolute error നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. എന്താണ് absolute error? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന എററിനെ വിളിക്കുന്ന പേരാണ് absolute error. അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് അളക്കുമ്പോൾ ഓരോ വാല്യൂയിൽ ഉണ്ടാവുന്ന എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന absolute error മെത്തേഡ് ആണ്. സോ absolute error means error on a particular value. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയോ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന അബ്സല്യൂട്ട് എറർ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ എറർ കിട്ടും. എക്സാമ്പിൾ, ഇഫ് z ഈസ് ഈക്വൽ ടു a പ്ലസ് ബി. അപ്പോൾ നമുക്ക് z എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ a എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അളന്നിട്ട് ബി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അളക്കും, രണ്ട് കൂടി ആഡ് ചെയ്യും. അപ്പം നമ്മൾ അളക്കുന്നത് എയും ബിയും ആണ്, നമുക്ക് കിട്ടേണ്ടത് സെഡ് ആണ്. അപ്പോൾ എ അളന്നപ്പോൾ അതിൽ എറർ വന്നു. അത് എന്തോ എറർ, പെർസെൻറ്റേജ്, അതായത് നോർമലി ഇൻസ്ട്രുമെന്റ് എറർ ആവാം, അല്ലെങ്കിൽ റാൻഡം എറർ ആവാം, കോൺസ്റ്റന്റ് എറർ, എന്തോ എറർ എയിൽ വന്നു, ബിയിലും അതുപോലെ വന്നു. കാരണം എയും ബിയും നമ്മൾ അളക്കുന്ന മെഷർമെന്റ് ആണ്. സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കാണുന്നതാണ്. അപ്പോൾ സെഡിൽ ഉണ്ടാവുന്ന എറർ കാണണമെങ്കിൽ എയിൽ ഉണ്ടാവുന്ന എററും ബിയിൽ ഉണ്ടാവുന്ന എററും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ സെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എബ്സല്യൂട്ട് എറർ ഓൺ സെഡ്, അതായത് സെഡിൽ ഉണ്ടായ എറർ. അപ്പോൾ ഡെൽറ്റ എ മീൻസ് എറർ ഓൺ എ ആൻഡ് ഡെൽറ്റ ബി മീൻസ് എറർ ഓൺ ബി. അപ്പോൾ എന്റെ എററും ബിന്റെ എററും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെഡ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്ന എറർ കിട്ടും. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കുറെ കൂടി ക്ലിയർ ആയിട്ട് നോക്കേണ്ടത്. ഇഫ് സെഡ് ഇസ് ഈക്വൽ എ മൈനസ് ബി, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബി എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ വന്നിരിക്കുന്ന അങ്ങനെയല്ല, ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. അതായത് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും എറേഴ്സ് എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ എറേഴ്സ് എന്തല്ല, സബ്സ്ട്രാക്ട് ചെയ്യല്ല വേണ്ടത്. അതിനർത്ഥം അഡീഷൻ ചെയ്താലും സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, എയിൽ 2% എറർ വന്നു, ബിയിൽ 2% എറർ വന്നു കഴിഞ്ഞാൽ സെഡ് ആകുമ്പോൾ 0 എറർ ആണോ ഒരു? അല്ല. കാരണം രണ്ട് എറർ കൂടി തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകില്ല. എറേഴ്സ് എപ്പോഴും പരസ്പരം ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർമ്മ വേണം. ഇവിടെ മാത്രമല്ല, എറേഴ്സ് ഒരിക്കലും എന്താവില്ല, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യില്ല, എറേഴ്സ് ആൾവേസ് ആഡഡ്. അപ്പോൾ ഇതാണ് അഡീഷനും സബ്സ്ട്രാക്ഷനുമുള്ള കണ്ടീഷൻ. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. എറർ ഇൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യോ അതിൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവിഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് എറേഴ്സ് ഉണ്ടാവുക? When two quantities are multiplied or divided, the relative error or percentage error in the final result is the sum of the relative error or percentage error in the individual quantities. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇതിന് മുന്നേ നോക്കിയത് അബ്സല്യൂട്ട് എറർ ആണ്, ഇവിടെ നമ്മൾ കാണുന്നത് റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ ഇവിടെ കാണാം, അബ്സല്യൂട്ട് എറർ ഇവിടെ കാണാം, പെർസെൻറ്റേജ് എറർ കാണാം, അവിടെ അതുപോലെ തന്നെ തിരിച്ചും കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് റിലേറ്റീവ് എറർ ഓർ പെർസെൻറ്റേജ് എറർ. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്താലോ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡിവൈഡ് ചെയ്യുമ്പോഴോ എന്തായിരിക്കും റിസൾട്ടൻ എറർ ഉണ്ടാവുക നോക്കാം. If z is equal to a multiplied by b or z is equal to a divided by b, രണ്ട് കേസ് ആണെങ്കിലും ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്ന റിലേറ്റീവ് എറർ ആണ് ആദ്യം കണ്ടിരിക്കുന്നത്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്സല്യൂട്ട് എറർ ബൈ മീൻ. അബ്സല്യൂട്ട് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ സെഡ്,
സെഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ, അതിന് നമ്മൾ മീൻ എന്ന് വിളിക്കുക. അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എയിൽ ഉണ്ടായ എറർ. അപ്പൊ എറർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ 1 ആണ് ആക്ച്വൽ വാല്യൂ, നമുക്ക് കിട്ടിയത് 1.1 ആണെങ്കിൽ 0.1 ആണ് ഡെൽറ്റ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0.1 ബൈ 1 അതാണ് ഡെൽറ്റ എ ബൈ എ. അതേപോലെ ബി, ഡെൽറ്റ ബി ബൈ ബി. അപ്പോൾ ഡെൽറ്റ ബി എന്ന് വെച്ച് എറർ ഓൺ ബി, ബി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ. അപ്പോൾ റിലേറ്റീവ് എറർ ഓൺ സെഡ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയിലെ റിലേറ്റീവ് എറർ കാണുക, ബിയിലെ റിലേറ്റീവ് എറർ കാണുക, രണ്ടും പരസ്പരം ആഡ് ചെയ്യുക. അപ്പോൾ റിലേറ്റീവ് എറർ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഡെൽറ്റ എ ബൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ ഓൺ എ, അപ്പൊ എ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡെൽറ്റ ബി വെച്ച് കഴിഞ്ഞാൽ എറർ ഓൺ ബി, അപ്പൊ ബിയിലെ എറർ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ചെയ്യുക. ഇനി ഹൗ കൻ യു ഫൈൻഡ് പെർസെൻറ്റേജ് എറർ? പെർസെൻറ്റേജ് എറർ ദെൻ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻ 100. നമുക്കറിയാം റിലേറ്റീവ് എറർ കണ്ടു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്താൽ വി ഗെറ്റ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ എയിലുണ്ടാവുന്ന പെർസെൻറ്റേജ് എററും ബിയിലുണ്ടാവുന്ന പെർസെൻറ്റേജ് എററും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ സെഡിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ കിട്ടും. കാരണം സെഡ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടുന്നത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. പക്ഷേ എയും ബിയും നമ്മൾ അളക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ എയിലും എറർ ഉണ്ടാവും, ബിയിലും എറർ ഉണ്ടാവും. അപ്പോൾ എയിലുണ്ടായ എററും ബിയിലുണ്ടായ എററും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് സെഡിൽ ഉണ്ടാവുന്ന എറർ കാണേണ്ടത്. അപ്പൊ ഇത്രയാണ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. പക്ഷെ നെക്സ്റ്റ് കേസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത്, എറർ ഇൻ റൈസ് ടു ദ പവർ. The relative error in a quantity raised to the power n is the n times the relative error in the individual quantity. For example, if z is equal to a raised to n, അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ എ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കണം, എന്നിട്ട് അതിന്റെ nth പവർ എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിൽ ഗെറ്റ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് n ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, അതായത് n ടൈംസ് ദ റിലേറ്റീവ് എറർ ആണ് വരിക അവിടെ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ പവർ എത്രയാണോ ആ പവർ മൾട്ടിപ്ലൈ ദ റിലേറ്റീവ് എറർ. ഇനി പേഴ്സണൽ എറർ ആണ് ഇൻറ്റു 100 ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഇക്വൽ ടു n ടൈംസ് ഡെൽറ്റ എ ബൈ എ. ഫോർ എക്സ് n സ്ക്വയർ, എ സ്ക്വയർ ആണെങ്കിൽ 2, എ ക്യൂബ് ആണെങ്കിൽ 3. അങ്ങനെയാണ് ഈ കണ്ടീഷൻസ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ നമുക്ക് ഈ എല്ലാ കൺസെപ്റ്റും വെച്ചൊരു പ്രോബ്ലത്തിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ കൺസെപ്റ്റ്സ് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടണം. പക്ഷേ ഈ കൺസെപ്റ്റ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എന്ത് ചെയ്യാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കാം. വോൾട്ടേജ് V equal to 100 plus or minus 5 volt and current I equal to 10 plus or minus 0.2 ampere. Find the percentage error in resistance R. അപ്പോൾ വോൾട്ടേജും തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് റെസിസ്റ്റൻസ് കാണണം. നമുക്ക് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ് അറിയാം. എന്താ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻസ്? അതായത് V equal to IR or R equal to V by I. So resistance R is equal to V by I. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടും കണ്ടു. നമുക്ക് റെസിസ്റ്റൻസ് അല്ല കാണേണ്ടത്, നമുക്ക് എന്താ കാണേണ്ടത്? ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് എന്നാണ് കാണേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമുക്കൊരു കാര്യം, അത് തന്ന ഡാറ്റ നോക്കിയാൽ നമുക്കറിയാം Z is equal to A divided by B എന്ന മോഡലാണ്. അപ്പോൾ Z is equal to A divided by B ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ സെഡ് ബൈ സെഡ് is equal to ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. കാരണം ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ച റൂൾ ഇതാണ്. ഇത് റിലേറ്റീവ് എറർ ആണ്. ഇന്ന് പേഴ്സണൽ എറർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 അതാണ് കാണേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 അതാണ് കാണേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ ഓൺ ആർ. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഓൺ ആർ കാണണമെങ്കിൽ ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ പെർസെൻറ്റേജ് എറർ കണ്ട് ആഡ് ചെയ്താൽ മതി. അത് നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റീവ് എറർ ആണ്. ഇവിടെ ഇൻറ്റു 100 ചെയ്തപ്പോൾ ഇവിടെ ഇൻറ്റു 100, ഇവിടെ ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100, ഡെൽറ്റ ഐ ബൈ ഐ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജിൽ ഉണ്ടായ എററാണ്. അതെങ്ങനെയാണ്? ഇവിടെ നോക്കൂ, 100 പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ 100 എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ, 5 എന്ന് പറഞ്ഞ എറർ. അതിനർത്ഥം ഇത് വി ആണ്, ഇത് ഡെൽറ്റ വി ആണ്. സോ അതേപോലെ മനസ്സിലായി, ഇത് വി ആണ്, ഡെൽറ്റ വി. അതേപോലെ ഐ ആവുമ്പോൾ ദിസ് ഇസ് ഐ ആൻഡ് ദിസ് ഇസ് ഡെൽറ്റ ഐ. അതായത് ഇത് എറർ ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, ദിസ് ഇസ് ആക്ച്വൽ വാല്യൂ ആൻഡ് ദിസ് ഇസ് എറർ ആൻഡ് ദിസ് ഇസ് ആക്ച്വൽ വാല്യൂ ആൻഡ് ദിസ് ഇസ് എറർ. അപ്പോൾ ഈ പ്രകാരം നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 മീൻസ് 5 ബൈ 100. കാരണം 5 വരാൻ കാരണം ഇതാണ് ഡെൽറ്റ വി. 100 എഴുതാൻ കാരണം ദിസ് ഇസ് വി ഇൻറ്റു 100 പ്ലസ് 0.2 എറർ ഓൺ ഐ ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് എറർ ഓൺ ആർ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ ആർ ഇസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 100, ദാറ്റ് ഇസ് 5 ഇൻറ്റു 100 500, 0.2 ഇൻറ്റു 100 ദാറ്റ് ഇസ് 20 ഡിവൈഡ് ബൈ 10. സോ 5% പ്ലസ് 2%, ആൻസർ ഇസ് 7%. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഓൺ ആർ എന്ന് പറയുന്നത് 7% ആണ്. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് എറർ ഓൺ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ 100 പ്ലസ് ഓർ മൈനസ് 5 എന്ന് വരും, പ്രത്യേകം ശ്രദ്ധിക്കണം. 100 ഇസ് ആക്ച്വൽ വാല്യൂ ആൻഡ് 5 is integer, and 10 plus or minus 0.2 means 10 is actual value and 0.2 is
എറർ. അപ്പോൾ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇനി ഇതുപോലെ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the error in the measurement of diameter of a sphere is 4%. What would the error in the volume of the sphere? അപ്പോൾ ഒരു വോളിയം ഓഫ് എ സ്പിയർ നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ 4/3πr³ ആണ്. അപ്പോൾ അതിൽ വോളിയം അളക്കണമെങ്കിൽ നമുക്ക് ആദ്യം അളക്കേണ്ടത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് നമുക്ക് നേരിട്ട് അളക്കാമെങ്കിലും ഡയാമീറ്റർ അളക്കും, എന്നിട്ട് റേഡിയസ് കാണും, എന്നിട്ടാണ് വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം വോളിയം കാണണമെങ്കിൽ നമുക്ക് ആകെ അളക്കേണ്ട വാല്യൂ 6 ആണ്. ക്ലിയർ? അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വോളിയം കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം ഡയാമീറ്റർ കണ്ടു. ഡയാമീറ്ററിൽ 4% എറർ ഉണ്ടായി എങ്കിൽ എത്രയാണ് വോളിയത്തിൽ ഉണ്ടാവുന്ന എറർ? അപ്പോൾ പ്രീവിയസ് പ്രോബ്ലമായിട്ട് ഇത് തമ്മിൽ വ്യത്യാസം. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് വാല്യൂസ് തന്നിട്ടാണ്, ആക്ച്വൽ വാല്യൂ അതുപോലെ തന്നെ എറർ തന്നു. ഇവിടെ അങ്ങനെയല്ല, എറർ മാത്രമേ 4ൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡയാമീറ്റർ അളക്കുമ്പോൾ എറർ മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലാണ്ട് ആക്ച്വൽ വാല്യൂ 6 ഒന്നും തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോബ്ലം ചെയ്യാം? ഫസ്റ്റ് നമ്മൾ കാണുന്ന അതിൻ്റെ ഇക്വേഷൻസ് എഴുതാണ്. ഡെൽറ്റ V/V × 100 = 3 × ഡെൽറ്റ R/R × 100. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് പെർസെൻറ്റേജ് എറർ ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് എറർ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താ? അത് അബ്സല്യൂട്ട് എറർ ബൈ മീൻ × 100. അതാണ് ഡെൽറ്റ V/V × 100. ഈ ഇക്വേഷനാണ് പെർസെൻറ്റേജ് എറർ ഫോർ ദ വോളിയം. അപ്പോൾ ഡെൽറ്റ V/V × 100. അപ്പോൾ ഇത് കാണാൻ നമ്മൾ 3 ഉപയോഗിക്കാൻ കാരണം ഇവിടെ R ന് പവർ 3 ആണ്. കാരണം പവറിന്റെ റൂൾ നമ്മൾ അറിയും, പവർ ടൈംസ് R ആണ്. ഇനി ഇവിടെ 4/3π എന്നൊന്നും ഉപയോഗിച്ചേ ഇല്ല. കാരണം 4/3π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ആര് ചെയ്താലും ആ വാല്യൂ മാറില്ല. കാരണം ഇത് അളക്കുന്ന വാല്യൂ അല്ല, അത് ഓൾറെഡി ഉള്ള വാല്യൂ ആണ്. എറേഴ്സ് എപ്പോഴും നമ്മൾ അളക്കുന്ന വാല്യൂലാണ് എറേഴ്സ് വരിക. അപ്പോൾ ഈ 4/3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അതാണ് ഈ 4/3π ഒഴിവാക്കിയത്. അപ്പോൾ നമുക്ക് എവിടെ മാത്രമേ എറർ വരുള്ളൂ? ആറിൽ മാത്രമേ എറർ വരുള്ളൂ. 3 എന്ന് കൊടുക്കാൻ കാരണം ആറിന്റെ പവർ 3 ആണ്. ഇവിടെ എന്താണോ പവർ അത് ഇവിടെ എഴുതണം. ഇനി 4 ആണ്, ഇവിടെ 4 ആവും. ഇനി 5 ആണെങ്കിൽ 5 ആവും. ഇനി ഫോർ എക്സാമ്പിൾ ഏരിയ കാണുമ്പോൾ ഇവിടെ സ്ക്വയർ ആയി വരിക, അപ്പോൾ ഇവിടെ 2 ആവും. അപ്പോൾ ഇവിടെ എന്താണോ പവർ ആ പവർ ആണ് എന്ത് ചെയ്യുക, ഇവിടെ വരിക. സോ ഡെൽറ്റ V/V × 100 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡയാമീറ്റർ 4% ആണ്. അപ്പോൾ റേഡിയസ് ആണെങ്കിലോ എത്ര വരും? ഡയാമീറ്റർ 4% ആണെങ്കിൽ റേഡിയസ് പെട്ടെന്ന് എല്ലാവരും പറയും 2%. കാരണം ഡയാമീറ്ററിന് റേഡിയസ് കാണണമെങ്കിൽ R = D/2 ആണ്. ബട്ട് ശ്രദ്ധിക്കുക, റേഡിയസും 4% ആണ്. കാരണം R = D/2 അല്ലേ, 1/2 കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ഡിയിൽ എത്രയാണോ ശതമാനം എറർ വരിക അത്രയും ശതമാനമാണ് ആറിൽ എറർ വരിക. അല്ലാതെ ഡിന്റെ എറർ വരുമ്പോൾ ഡി നമ്മൾ പകുതിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡി അളക്കുന്ന വാല്യൂ ആണ്. പകുതിയാക്കുക എന്ന് പറയുന്ന അളക്കല്ല, അത് ജസ്റ്റ് നമ്മൾ മാത്തമാറ്റിക്കൽ ഡിവിഷൻ ആണ് ചെയ്യുന്നത്. അവിടെ 1/2 ചെയ്യുന്നത് 1/2 കോൺസ്റ്റന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയാമീറ്ററിൽ എത്ര എറർ ആണോ വരുന്നത് അത് തന്നെയായിരിക്കും റേഡിയസിൽ ഉണ്ടാവുന്ന എറർ. ഇതാണ് ഇതിൽ മറ്റു തെറ്റുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഡെൽറ്റ ബൈ R × 100 4%. ഇനി സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ആയി കഴിഞ്ഞു. ഡെൽറ്റ V/V × 100 = 3 × 4%. കാരണം ഡെൽറ്റ R/R × 100 ദാറ്റ് ഇസ് ഗീവൺ. ഇതാണ് തന്നിരിക്കുന്നത്. കാരണം ഇതാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് മനസ്സിലായ എന്താണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ ഓൺ റേഡിയസ്. ഇതാണ്. അപ്പോൾ 3 ടൈംസ് പെർസെൻറ്റേജ് എറർ, ദാറ്റ് ഇസ് 4. സോ ആൻസർ ഈസ് 12%. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. The physical quantity x is given by x is equal to a² b³ by c√t. If the percentage error in the measurement A, B, C and D are 4%, 2%, 3% and 1% respectively, then calculate the percentage error in x. ഇതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി എന്താണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതാണ് നമ്മൾ കൂടുതൽ തവണ ചോദിച്ച് കണ്ടിരിക്കുന്ന മെത്തേഡ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് എവിടെ നിന്നാണ്? പെർസെൻറ്റേജ് എറർ ആണ് കാണേണ്ടത്. ഏതിലാണ്? ZX-ലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് ആദ്യം എന്ത് ചെയ്യാം, നോക്കാം. കാരണം ZX എന്ന് പറഞ്ഞാൽ കാണേണ്ടത് ഡെൽറ്റ X/X × 100 അതാണ് കാണേണ്ടത്. കാരണം ഡെൽറ്റ X/X × 100 എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ ഇൻ X. സോ വാട്ട് ഇസ് ഡെൽറ്റ X/X × 100? അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം: 2 × ഡെൽറ്റ A/A × 100 പ്ലസ് 3 × ഡെൽറ്റ B/B × 100 പ്ലസ് 1 × ഡെൽറ്റ C/C × 100 പ്ലസ് 1/2 × ഡെൽറ്റ D/D × 100. ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇവിടെ 2 വരാൻ കാരണം ഇവിടെ A² ആണ്. അപ്പോൾ A² ആകുമ്പോൾ 2. ദെൻ എന്റെ പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ ഡെൽറ്റ A/A × 100. കാരണം എക്സിന്റെ പെർസെൻറ്റേജ് എറർ കാണണമെങ്കിൽ ഇതിന് എല്ലാ പെർസെൻറ്റേജ് എറർ കൂടി ആഡ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ പവേഴ്സ് വന്നുകൊണ്ട് അത് മൾട്ടിപ്ലൈ ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ A² ആയതുകൊണ്ട് ഇവിടെ 2 ആയി. അപ്പോൾ ഡെൽറ്റ A/A × 100 പ്ലസ് ഇവിടെ B³ ആണ്. അപ്പോൾ B³ ആയതുകൊണ്ട് 3 ആയി ഇവിടെ. അപ്പോൾ 3 × ഡെൽറ്റ B/B × 100 പ്ലസ്, ഇനി ശ്രദ്ധിക്കണം, സി താഴെയാണ്. അപ്പോൾ ചിലർ മനസ്സിലാക്കും സി താഴെയാണെങ്കിൽ മേലെ പോകുമ്പോൾ C⁻⁻1 ആവില്ലേ? -1 ആകുമ്പോൾ അവിടെ മൈനസ് അല്ല എഴുതേണ്ടത്. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്
എറേഴ്സ് എപ്പോഴും ആഡ് ചെയ്യാണ് വേണ്ടത്. ഇനി ഇവിടെ B-3 ആണെങ്കിൽ കൂടി ഇവിടെ +3 ആണ് വരിക, കാരണം എറേഴ്സ് ഒരിക്കലും എന്താവില്ല, സബ്സ്ട്രാക്ട് ചെയ്യില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ അതിനർത്ഥം C⁻1 എന്നർത്ഥം. അതുകൊണ്ട് അവിടെ 1 × Δc/c 100 കൊടുക്കാൻ കാരണം. ഇനി റൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ 1/2 ആണ്. അപ്പോൾ റൂട്ട് 1/2 ആണ് പവർ. അപ്പോൾ ഇതാണ് 1/2 Δd/d × 100. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ആൻസേഴ്സ് ആയി കഴിഞ്ഞു. കാരണം എന്താണ്, എയിലുണ്ടാവുന്ന എറർ 4%, ബിയിലുണ്ടാവുന്ന എറർ 2%, സിയിലുണ്ടാവുന്ന എറർ 3% ആൻഡ് ഡിയിലുണ്ടാവുന്ന എറർ 1% ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം Δa/a × 100 എന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, പെർസെന്റ് എറർ ഓൺ എ അത് തന്നിട്ടുണ്ട് 4 ആണെന്ന്. ഇനി Δb/b × 100 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദിസ് ഇസ് ഗീവൺ ഓൾറെഡി. എന്താണ് Δa/a × 100, Δb/b × 100, Δc/c × 100 ആൻഡ് Δd/d × 100 1%. അപ്പോൾ ശ്രദ്ധിക്കുക, പെർസെന്റ് എറർ ഓൺ എ എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം വേറെ രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം, ഇവിടെ പെർസെൻറ്റേജ് തരാതെ a = 1 ± 0.1 അങ്ങനെ ചോദിക്കും. അപ്പോൾ 1 ± 0.1 നമുക്കറിയാം, ഇതാണ് 1, ഇത് 0.1, അങ്ങനെയും ഈ പ്രോബ്ലം എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഇത് ഈ ഡയറക്റ്റ് ആയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ Δx/x = 2 ഇൻറ്റു ഇത് 4% ഇവിടെ ചെയ്തു, +3 ഇൻറ്റു ഇത് 2%, ഇത് c എന്ന് പറയുന്നത് 3% ആൻഡ് d എന്ന് പറയുന്നത് 1/2 × 1%. സോ ദ ആൻസർ ബിക്കം 2 × 4 that is equal to 8 plus 3 × 2 6 plus 1 × 3 3 plus 1/2 × 1/2 8 plus 6 plus 3 plus 1/2. So 8 plus 6 14 14 plus 3 17.5%. അപ്പോൾ ഇതാണ് എക്സിൽ ഉണ്ടാവുന്ന എറർ 17.5%. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പവേഴ്സ് വരുമ്പോഴാണ് ആഡ് ശരിക്കും എറേഴ്സ് എന്ത് ചെയ്യുന്നത് ഒരുപാട് കൂടുന്നതും ട്രമൻഡസ് ആയിട്ട് കൂടുന്നത്. അപ്പോൾ പവേഴ്സ് വാല്യൂസ് ഒക്കെ നമ്മൾ ഒരു പ്രോബ്ലം പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് വളരെ പ്രിക്കോഷൻസ് എടുക്കണം. അല്ലാതെ എന്താ വെച്ചാൽ ചെറിയ എറേഴ്സ് വന്നാൽ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് എറേഴ്സ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് തരും. അപ്പോൾ ഇത്രയാണ് എറേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിനെ കുറിച്ചും എറേഴ്സിനെ കുറിച്ച് ബ്രീഫായ എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിനെ കുറിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് എറേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ഇനി ഒരുപാട് ക്വസ്റ്റൻസ്, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ വരുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് സെഷൻസിൽ എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So hope these concepts are very clear to you. If you have any doubts, feel free to ask to comments. So thank you for watching. Thank you.